16ാം കേരള നിയമസഭയിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 21 അംഗങ്ങളുള്ള വി ഡി സതീശൻ മന്ത്രിസഭയാണ് അധികാരമേറ്റത്. ചെറുപുഞ്ചിരിയോടെ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കുമ്പോൾ സാക്ഷിയായത് പതിനായിരക്കണക്കിന് പ്രവർത്തകരും രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ തുടങ്ങിയ ദേശീയ നേതാക്കളുമാണ്. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യും. ഒരു പതിറ്റാണ്ടിന് ശേഷമാണ് ഇടത് കോട്ട തകർത്ത് കേരളം തിരിച്ചുപിടിച്ച് ജനങ്ങൾ ഹൃദയത്തിൽ നിന്ന് നൽകിയ വിജയത്തോടെ UDF സർക്കാർ കേരളത്തിൽ അധികാരത്തിലെത്തുന്നത്. ആവേശത്തോടെയും ആഹ്ലാദത്തോടെയുമാണ് UDF പ്രവർത്തകർ VD മന്ത്രിസഭയുടെ സ്ഥാനാരോഹണത്തെ വരവേറ്റത്. 10,000 സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തി. പോലീസിന് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധമായിരുന്നു ജനത്തിരക്ക്. ജനപക്ഷത്ത് നിൽക്കുന്ന ഒരു സർക്കാരാകും കേരളത്തിൽ ഉണ്ടാകുക എന്നാണ് VD സതീശൻ മുമ്പ് വ്യക്തമാക്കിയത്. VD സതീശനൊപ്പം രമേശ് ചെന്നിത്തല, PK കുഞ്ഞാലിക്കുട്ടി, സണ്ണി ജോസഫ്, മോൻസ് ജോസഫ്, CP ജോൺ, PC വിഷ്ണുനാഥ്, K മുരളീധരൻ, ഷിബു ബേബി ജോൺ, KA തുളസി, N ഷംസുദ്ദീൻ, M ലിജു, T സിദ്ദിഖ്, VE അബ്ദുൾ ഗഫൂർ, OJ ജനീഷ്, റോജി M ജോൺ, KM ഷാജി, PK ബഷീർ, ബിന്ദു കൃഷ്ണ, AP അനിൽകുമാർ, അനൂപ് ജേക്കബ് എന്നീ മന്ത്രിമാരുമാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. VD മന്ത്രിസഭ അധികാരമേറ്റതിന്റെ ആഘോഷത്തിലാണ് കേരളത്തിലാകെയുള്ള UDF പ്രവർത്തകർ. ന്യൂസ് ഡെസ്ക്, സിറ്റി വിഷൻ.